ഹായ് എവരിവൺ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്യാരി മീപ്പൻ. ഇന്നപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഒരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പം അധികം വൈകാതെ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ റോസ് ബ്രാൻഡിൻ്റെ 2 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ 50 മിനിറ്റ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചേക്കാണ്. ഇനി 1/2 കിലോ മട്ടൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ 6 സവാള നല്ലോണം സ്ലൈസ് ചെയ്തും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചും എടുത്ത് വെക്കാം. ഇതിൽ സവാള നമ്മൾ സ്ലൈസ് ചെയ്തത് കറി ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ റൈസിലേക്ക് ഗാർണിഷ് ചെയ്യാനും പിന്നെ സർലാസ് ഉണ്ടാക്കുന്നതിനും വേണ്ടി കൂടിയുള്ളത്. ഈ കാണുന്ന മല്ലിയില, പുതിനയില, പച്ചമുളക് ഇതെല്ലാം മിക്സിയിലൊന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം. അത് നമുക്ക് മട്ടൺ കറി ഉണ്ടാക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്ത് പാകം ചെയ്യാനുള്ളതാണ്. പച്ചമുളകിൻ്റെ അളവ് നമ്മുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കുറച്ച് എരിവ് കൂടുതലുള്ളതായതുകൊണ്ട് ഞാൻ 3-4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം മട്ടൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ മട്ടനിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, പുതിനയില, മല്ലിയില മിക്സ് അത് ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ ജിഞ്ചർ ഗാർലിക് ചതച്ച് വെച്ചതും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി മിക്സ് ചെയ്യുക. നല്ല കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്ത് വയ്ക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഈ കാണുന്ന സ്പൈസസ് എല്ലാം എടുത്ത് വയ്ക്കുക. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ആഡ് ചെയ്യുക. ഞാനിവിടെ ഹോം മെയ്ഡ് ഗീ ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചൂടായിരിക്കുന്ന ഗീയിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുക. ചെറിയൊരു കറുവാപ്പട്ടയുടെ പീസ്, കുരുമുളക്, പെരുംജീരകം, സ്റ്റാർ അനൈസ്, ഗ്രാമ്പൂ, ഏലക്കായ എല്ലാം 2-3 പീസ് വെച്ചാണ് ഏലക്കായും ഗ്രാമ്പൂ ഒക്കെ എടുത്തിരിക്കുന്നത്. പെരുംജീരകം 1 ടീസ്പൂൺ, പെപ്പറും 1 ടീസ്പൂൺ. ഇനി സ്പൈസസൊക്കെ ഇട്ടതിൻ്റെ സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഒരു പിടി സവാള അതിലേക്ക് ആഡ് ചെയ്യാം. അതൊന്ന് ചെറുതായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ആ നനവൊക്കെ വറ്റണ വരെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇടാം. ഉപ്പ് അല്പം കൂടുതലിടണം. ഞാനിപ്പോൾ ഇട്ടത് വളരെ കുറവായിരുന്നു, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നോക്കിയിട്ടിടണം. ഇനി നമ്മൾ അരിയിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം എടുത്ത് വയ്ക്കുക. 1 കപ്പ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ്. നമ്മുടെ റൈസ് ഇപ്പോൾ ഒരുവിധം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇതിനി റൈസ് കുക്കറിലേക്ക് മാറ്റാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പാനസോണിക്കിൻ്റെ റൈസ് കുക്കറാണ്. നമുക്കിനി അളന്നെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് തണുത്ത വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓപ്പൺ പാനിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ നല്ല തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ. ഇനി നമ്മൾ ബിരിയാണി റൈസിലേക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഐറ്റംസാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ കിസ്മിസും എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തത് നമ്മൾ മുകളിൽ ഫ്രൈ ചെയ്ത ഓണിയൻസ് ഇടാനായിട്ട് അത് കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് ഒന്ന് കൈകൊണ്ട് ഞെരടി കൊടുക്കുക. അപ്പോൾ അതിലെ വെള്ളം അത്യാവശ്യമൊക്കെ പോയി കഴിഞ്ഞുണ്ടോ ഇങ്ങനെ എടുത്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അത്യാവശ്യം എണ്ണ ഒഴിക്കണം നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് കിട്ടാൻ. നമ്മുടെ റൈസ് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ തിള വന്ന് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യണം. അത് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം നെയ്യുമാണ് ഒഴിക്കേണ്ടത്. അത് അരി നല്ലോണം വിട്ട് കിടക്കാനായിട്ടും നല്ല സോഫ്റ്റ് ആവാനായിട്ടും സഹായിക്കും. അപ്പോൾ നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയുള്ള ഓണിയൻസൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ മട്ടൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് നേരത്തെ ചതച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം.
ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നല്ലപോലെ ഇപ്പോൾ ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കണം. അടുത്ത് നല്ലപോലെ പഴുത്ത 1.5 തക്കാളി എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്ത് നമുക്ക് ഈ സവാളയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ പീസുകൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ടൈമിൽ കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പോളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ റൈസ് ഇപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട്. നമുക്കിനി റൈസ് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അവസാന സ്റ്റെപ്പായിട്ട് ബിരിയാണി ഒന്ന് ലെയർ ചെയ്ത് ദം ചെയ്തെടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് 1 ലെയർ ചോറിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ചോറും കറിയും എല്ലാം ഇതുപോലെ ലെയർ ചെയ്ത് എടുത്ത് മൂടി വെച്ച് ഒരു 3-4 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു സർലാസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 പിടി സവാളയും 2 പച്ചമുളകും 1 വെളുത്തുള്ളിയും ചേർത്ത് ചോപ്പറിൽ നല്ലപോലെ അരിഞ്ഞെടുക്കുക. അത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് ആവശ്യത്തിന് തൈരും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത അടിപൊളി ടേസ്റ്റുള്ള സർലാസും റെഡിയായി. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മട്ടൺ ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഫിഷ് കട്ട്ലേറ്റും പപ്പടും സർലാസും കൂടി വെച്ചിട്ടാണ് സെർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മട്ടൺ ബിരിയാണി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഇനി മുതലുള്ള എൻ്റെ വീഡിയോകളെല്ലാം കാണുന്നതിനായിട്ട് ഈ ചാനൽ മാജിക് മൊമെൻറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.